എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 29-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ആരാമസീമനിച കന്തുകഘാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂവേഗാദനങ്കരിപുരംഗ സമാലിലിംഗ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ആരാമസീമനി ച, ആരാമ പ്രദേശത്ത്, അതായത് ഒരു പൂന്തോട്ടത്തിൽ. കന്തുകഘാതലീലാലോലായമാനനയനാം, പന്തടിച്ചു കളിക്കുമ്പോൾ ഇളകുന്ന കണ്ണുകളോടെ, അതായത് ആ പന്തിനെ അങ്ങനെ നോക്കുമ്പോൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ടായിരുന്നു. കമനീം മനോജ്ഞാം, മനസ്സിനെ മയക്കുന്ന ഒരു കാമിനീ മണിയായി. ആര്? ത്വാം, ഭഗവാൻ. ത്വാമേഷ അനങ്കരിപു വീക്ഷ്യ, ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്, ഭഗവാൻ. യേഷ അനങ്കരിപു വീക്ഷ്യ, അതായത് മഹാദേവൻ അങ്ങയെ കാണുകയും കാമാന്തകനാണെങ്കിലും അദ്ദേഹം വികളദ്വസനാം, വസ്ത്രം കിഴിഞ്ഞു വീഴുന്ന, മനോഭൂവേഗാത്, കാമപാരവശ്യത്താൽ, അതായത് ഭഗവാന്റെ വസ്ത്രം കിഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു മോഹിനി രൂപത്തിൽ നിൽക്കുമ്പോൾ. അത് കണ്ട പരമശിവന് കാമപാരവശ്യം വന്നു എന്നർത്ഥം. എന്താ ചെയ്യാൻ തുടങ്ങിയ? സമാലിലിംഗ, നന്നായൊന്നങ്ങോട്ട് ആലിംഗനം ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അതായത് മഹാദേവൻ മോഹിനി രൂപത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതിന് ശേഷം തൻ്റെ ഉമയോടും ഭൂതഗണങ്ങളോടും കൂടി നേരെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. ഭഗവാനോട് ആ മോഹിനി വേഷം ഒന്ന് കാണായിരുന്നു എന്ന ആഗ്രഹം പറഞ്ഞതോടെ ഭഗവാൻ അവിടെ നിന്നും അങ്ങോട്ട് അപ്രത്യക്ഷമായി. കാണിച്ചു കൊടുക്കാന്നോ ഇല്ലാന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഉടനെ തന്നെ ഭഗവാൻ ആ മോഹിനി വേഷം പൂണ്ട് ആരാമസീമനി, അവിടെ തന്നെയുള്ള ഒരു പൂന്തോട്ടത്തിൽ പന്തടിച്ച് കളിക്കുന്നതായിട്ട് കാണുകയാണ് മഹാദേവൻ. ഈ പന്തടിച്ച് കളിക്കുമ്പോൾ സ്വാഭാവികമായും കണ്ണുകൾ ഈ പന്തിന് പിറകെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നീങ്ങും. സുന്ദരിമാരായ യുവതികളുടെ കണ്ണുകൾ ചലിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ചന്തായിരിക്കും. ഇവിടെ പറയാണ് ഈ ശ്ലോകത്തിൽ, പന്തടിച്ച് കളിക്കുമ്പോൾ ഇളകുന്ന കണ്ണുകളോടെ വസ്ത്രം കിഴിഞ്ഞു വീഴുന്ന, അതായത് ഈ ഉത്തരീയം അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് കാരണം മാറുന്നുണ്ടായിരുന്നു. അതാണ് വസ്ത്രം കിഴിഞ്ഞു വീഴുന്ന എന്നോർമ്മിപ്പിക്കുന്ന ആ സുന്ദരമായ അംഗവടിവ് മഹാദേവന് ശരിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ മനോജ്ഞാം എന്ന് പറയുന്നത്. മനസ്സിനെ മയക്കുന്ന ഒരു കാമിനി മണിയായി ഭഗവാൻ ആ മോഹിനി വേഷം എടുത്ത് പന്തടിച്ച് കളിക്കുകയായിരുന്നു ആ പൂന്തോട്ടത്തിൽ. ശരിക്കും മഹാദേവൻ കാമദേവനെ പോലും കത്തിച്ചു കളഞ്ഞ ആളാ. ആ കാമാരിയെ പോലും ദഹിപ്പിച്ച് കളഞ്ഞ മഹാദേവന് വൈകുണ്ഠത്തിലെത്തി ഭഗവാന്റെ ഈ മോഹിനി വേഷം കണ്ടതോടുകൂടി ആഗ്രഹം വന്നു. അതായത് കാമാന്ധനായി ഓടിച്ചെന്ന് മഹാദേവൻ ആ മോഹിനിയെ അങ്ങോട്ട് ആലിംഗനം ചെയ്തു. ശരിക്കും എന്താ പറഞ്ഞ്? ആ മോഹിനി വേഷം ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ച്? നമ്മുടെ എല്ലാം മനസ്സിനെയാണ് ഇവിടെ ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് കുതറി ഓടി. അതിന് പിറകെ മഹാദേവനും. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ.